ഹാപ്പി മദേഴ്സ് ഡേ. ഇന്ന് മദേഴ്സ് ഡേ ആണ്. എല്ലാ വർഷവും നമ്മൾ മദേഴ്സ് ഡേ ആഘോഷിക്കാറുണ്ട്. അതുപോലെ തന്നെ മെസ്സേജിലൂടെയും സ്റ്റാറ്റസിലൂടെയും ഒക്കെ നമ്മൾ വിഷ് ചെയ്യാറുണ്ട്. ഈ ഒരു ദിവസം മാത്രമല്ല നമ്മൾ അമ്മമാരെ ഓർക്കുന്നതും ഓർക്കേണ്ടതെന്നൊക്കെ നമുക്കറിയാം. എന്നാലും അമ്മമാർക്ക് വേണ്ടി ഇങ്ങനൊരു ദിവസം ഉള്ളത് എന്തുകൊണ്ടും നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരും ഹൈലി ഇമോഷണൽ ആവാറുണ്ട്. കാലങ്ങൾ കടന്നു പോകുമ്പോൾ ആ ഇമോഷൻസ് ഒക്കെ ഉള്ളിലുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുന്ന രീതിക്ക് കുറച്ച് വേരിയേഷൻസ് വരുന്നു എന്ന് മാത്രം എന്നെനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. 32 വയസ്സിൽ വിധവയായ ഒരാളാണ് എൻ്റെ അമ്മ. അന്ന് ഞങ്ങൾ ചെറുപ്രായത്തിലുള്ള 3 പെൺമക്കളും ഏജ് ആയിട്ടുള്ള എൻ്റെ ഗ്രാൻഡ് പേരൻസും ഒക്കെ ഉണ്ടായിരുന്നു. മക്കളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ ഒരാളാണ് ഞാൻ. അന്ന് അമ്മ അനുഭവിച്ചൊരു സ്ട്രഗിളും അമ്മ എങ്ങനെ അത് മാനേജ് ചെയ്തു എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 34 വയസ്സ് കഴിഞ്ഞ് എനിക്ക് 2 മക്കളുമൊക്കെ ആയി കഴിഞ്ഞ ശേഷമാണ് കുറച്ചെങ്കിലുമൊക്കെ ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അമ്മയുടെ ആ 32ാമത്തെ വയസ്സ് ഇന്ന് ഞാൻ ആ ഒരു സ്റ്റേജിലായിരുന്നെങ്കിൽ എങ്ങനെ അത് മാനേജ് ചെയ്യുന്നതെന്ന് ഓർത്തിട്ട് പലപ്പോഴും എനിക്കത് ശ്വാസം മുട്ടി പോകാറുണ്ട്. ഇന്ന് ഞാൻ ജോലിസ്ഥലത്തായിരിക്കെ അമ്മയ്ക്ക് വയ്യാഞ്ഞിട്ടും അമ്മ എൻ്റെ മക്കളെ കെയർ ചെയ്യുന്നു. അമ്മമാരോട് എപ്പോഴും നമ്മൾ വളരെ ഫ്രീ ആയിട്ട് വഴക്കുണ്ടാക്കുകയും പരിഭവിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് നമുക്ക് നമ്മുടെ സ്വന്തമാണ്. നമുക്കതുപോലെ വേറൊരാൾ ഇല്ലാതിരിക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നും ഞാൻ എൻ്റെ അമ്മയോട് വഴക്കുണ്ടാക്കുകയും പരിഭവിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പ്രായത്തിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനെ ഒരു കാര്യമാക്കാത്തവർ ഒരു 50കൾക്ക് ശേഷമൊക്കെ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊന്ന് പരിഭവിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് അതൊക്കെ ഒരു ഫീലാക്കി എടുക്കുക, പെട്ടെന്ന് കരയുക, നമ്മളോട് പെട്ടെന്ന് ഫൈറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ളൊരു വേറൊരു വ്യക്തിയാണ് നമ്മൾ അവരിൽ കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് അവർക്കൊരു ഇൻസെക്യൂരിറ്റി പോലെയോ അല്ലെങ്കിൽ അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടൊക്കെ നമുക്ക് തോന്നാറുണ്ട്. ഞാൻ അമ്മയെ ശ്രദ്ധിക്കുമ്പോൾ 32 വയസ്സിൽ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് ജീവിതത്തെ മുന്നേറിയ ഒരു സ്ത്രീ പെട്ടെന്നൊരു കുഞ്ഞിനെ പോലെ ആയി മാറുന്നതാണ്. ഞങ്ങൾ മക്കൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പരിഭവിച്ച് പറയുമ്പോൾ പെട്ടെന്ന് കരയുകയും അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴൊക്കെ എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഒരു അമ്മയാണ് ഞാനിപ്പോൾ. ഓരോ ദിവസം ചെല്ലും തോറും അമ്മയിലെ മാറ്റങ്ങളിൽ ഇങ്ങനെ ഞാൻ കാണുന്നു. ഒരു 50കൾക്ക് ശേഷം അവർ പോലും അറിയാതെ അവർക്കുണ്ടാകുന്ന ഒരു ഒറ്റപ്പെടലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റിയുടെയോ ഒക്കെ കാരണം കൊണ്ടായിരിക്കാം അവർ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും പെട്ടെന്ന് കരയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോഴും മക്കൾക്ക് മാറ്റമൊന്നുമില്ല. അവർ മാറിയാലും നമുക്ക് മാറാതിരിക്കാം. ഇന്ന് എനിക്ക് എൻ്റെ അമ്മയില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. അവരില്ലെങ്കിൽ പിന്നെ ഒരു ശൂന്യത മാത്രമായിരിക്കില്ല ജീവിതത്തിന്. മനസാക്ഷിയില്ലാത്ത ഒരുപാട് അമ്മമാരെ കുറിച്ച് കേൾക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ കിട്ടിയിരിക്കുന്ന നമ്മുടെ അമ്മമാരില്ലേ, അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നിധികളാണ്. ഇനി എൻ്റെ ബാക്കിയുള്ള ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയും എൻ്റെ അമ്മയെ കുറെ കൂടെയൊക്കെ കരുതാനും സ്നേഹിക്കാനും പറ്റണേ എന്നുള്ളതാണ്. അങ്ങനെ ആദ്യം നല്ല മകനോ മകളോ ഒക്കെ ആയാൽ മാത്രമേ ഉള്ളൂ നല്ലൊരു മാതാപിതാക്കളാവാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ.